മിടുക്കിയായ ഇടുക്കി. മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി. ഇവളാണ് മിടുമിടുക്കി. ഹരിത നിബിഡമായ വനമടിയിൽ ഏലവും കാപ്പിയും തേയിലയും മലഞ്ചരക്കും വിളയുന്ന ഇടുക്കിയുടെ ഉടുമ്പൻചോല. അവിടെ മാമലകൾക്കപ്പുറത്ത് നിന്നും മരം കൊച്ചുന്ന തണുപ്പത്ത് ഒരു വെള്ളിടി പോലെ വരികയാണ് അയാൾ. അതെ, ഇടുക്കിയുടെ സ്വന്തം മണിയാശാൻ അഥവാ സഖാവ് MM മണി. ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് 5 പ്രാവശ്യം നരേന്ദ്രമോദി സർക്കാരിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങിയ മന്ത്രിയാണ് മണിയാശാൻ. ഞാൻ എന്റെ ഭാര്യയെ പോലും ഉപേക്ഷിച്ചു. പുള്ളിയാരോട് ആര് പറഞ്ഞു ഭാര്യ ഉപേക്ഷിക്കാൻ? ഭാര്യ ഉപേക്ഷിച്ചത് കാര്യമായ എന്തെങ്കിലും കുഴപ്പമുള്ളതുകൊണ്ടാണ്. ഒരിക്കൽ നമ്മുടെ മണിയാശാൻ ഒരു വമ്പൻ പ്രസംഗം അങ്ങോട്ട് നടത്തി. 1 2 3 4 ആദ്യത്തെ 3 പേരെ ആദ്യം കൊന്നു. വെടിവെച്ചാ കൊന്ന ഒന്നിനെ കുത്തിക്കൊന്നു, ഒന്നിനെ തല്ലിക്കൊന്നു. പക്ഷെ അതൊന്നും നമ്മൾ ആരോടും പറയുകയില്ല. അതാണ് പാർട്ടിയുടെ പ്രഖ്യാപിത നയം. അതുവരെ ഇടുക്കിയിലെ സഖാക്കളുടെ ചങ്കിനുള്ളിൽ മാത്രമായിരുന്നു മണിയാശാനെങ്കിൽ പിന്നീട് അങ്ങോട്ട് കേരള സഖാക്കളുടെ മൊത്തത്തിലുള്ള മണിയാശാനായി അദ്ദേഹം മാറി. തെളിച്ചു പറഞ്ഞാൽ ചങ്കിന്റെ ഒരറയിൽ ചെകുവരയും മറ്റൊരറയിൽ മണിയാശാനും എന്ന അവസ്ഥയായി. ആ കഥയാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. അതായത് ഉത്തമ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ പറഞ്ഞു വന്നത് ഹൈറേഞ്ച് സഖാക്കളുടെ മണിയാശാൻ ഒരു രാഷ്ട്രീയ പ്രസംഗമാകുമ്പോൾ അവാർഡ് പടം പോലെ കണ്ടിരിക്കാൻ പറ്റുമോ? അതിൽ കുറച്ച് ആക്ഷനും ഫൈറ്റും ഒക്കെ ഉണ്ടെങ്കിലല്ലേ കാണാൻ ആളെ കിട്ടൂ. ഇതൊന്നുമില്ലെങ്കിൽ മിനിമം ഊരിപ്പിടിച്ച വടിവാളിന്റെ ഇടയിലൂടെ നടന്നു പോവുകയെങ്കിലും വേണം. എന്നാലല്ലേ കൈയടിക്കാനും വിസിലടിക്കാനും പ്രേക്ഷകരുണ്ടാകൂ. അതുപോലെ ഇത്തിരി ആക്ഷനും ഫൈറ്റും ഒക്കെ കൂട്ടിച്ചേർത്ത് മണിയാശാൻ അങ്ങനെ തകർത്ത് വാരുകയാണ്. തുടങ്ങിയിട്ടേ ഉള്ളൂ. 1-ാം പേര് തന്നെ ആദ്യം വെടിവെച്ച്, 2-ാം പേര് തന്നെ രണ്ടാമത് തല്ലിക്കൊന്നു, 3-ാം പേര് തന്നെ മൂന്നാമത് കുത്തിക്കൊന്നു. അതോടുകൂടി കതർ വലിച്ചിട്ടേച്ച് കോൺഗ്രസുകാർ അവിടെ നോളിയിട്ടു. പിന്നെ ഇപ്പൊ കുറച്ചു കാലത്തെ കതറും കൊണ്ട് ഞാൻ ഈ കതർ ഇട്ടോണ്ട് നടന്നോട്ടെ എന്ന് ചോദിക്കാൻ ഞങ്ങളോട് ചോദിക്കുമായിരുന്നു. അങ്ങനെ ഈ ഹൈറേഞ്ചിൽ ഒരേ ഒരു സിംഹമേ ഉണ്ടാവും, ജനകീയനായ ശശി. ഒരാവേശത്തിന്റെ പുറത്ത് അണികളെ കോരിത്തരിപ്പിക്കാൻ നൈസായിട്ടൊന്ന് തള്ളി നോക്കിയതാ. പക്ഷെ സംഗതി കയ്യിൽ നിന്ന് പോയി. നമ്മുടെ മണിയാശാനെ പിടിച്ച് പോലീസ് അകത്തിട്ടു. അങ്ങനെ ഹൈറേഞ്ചിന്റെ മണിയാശാൻ 45 ദിവസം പീരുമേട് സബ് ജയിലിൽ. ഈ രാജ്യത്തെ ഈ ജില്ലയിലെ ജനങ്ങളെ ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് അകത്തി എന്നെ ജയിലിലടച്ചു 45 ദിവസം. എന്നാ മണിയാശാൻ തളർന്നില്ല. ഇതൊക്കെ എന്ത് എന്ന ഭാവത്തിൽ വീണ്ടും കളത്തിലിറങ്ങി. പക്ഷേ അന്ന് മണിയാശാനെ അറസ്റ്റ് ചെയ്ത പോലീസിന് ശരിക്കും ഒരബദ്ധം പറ്റിയതാണ്. മണിയാശാന്റെ പ്രത്യേക ആക്ഷൻ കണ്ടപ്പോൾ പോലീസ് അങ്ങ് തെറ്റിദ്ധരിച്ചു പോയി. ശരിക്കും അത് മണിയാശാന്റെ നാടൻ ശൈലിയായിരുന്നു. അങ്ങനെ 45 ദിവസത്തെ ജയിൽവാസവും 7 മാസം ജില്ലയിൽ കയറാനുള്ള അനുവാദവും ഇല്ലാതിരുന്ന മണിയാശാൻ പിന്നീട് കേരളത്തിന്റെ വൈദ്യുതി മന്ത്രിയായും 2ാം പിണറായി സർക്കാരിൽ MLA-യുമായും ഒക്കെ തുടരുകയാണ്. നിന്നോടാരാ ഇരിക്കാൻ പറഞ്ഞ? അതുകൊണ്ടല്ലേ എഴുന്നേറ്റത്. MM മണി ആയ ഞാൻ ഭീതിയോ പക്ഷാപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. അതൊക്കെ ഓരോന്നും അങ്ങനെയല്ലേ, അപ്രതീക്ഷിതമല്ലേ നടക്കുന്നത്. സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞാലേ അങ്ങനെയല്ലേ നടക്കുക. അതെ, സംഭവാമി യുഗേ യുഗേ. പിന്നെ എല്ലാം അപ്രതീക്ഷിതമായിരുന്നു. സ്വർണ്ണക്കടത്ത് കേസ് ഉൾപ്പെടെയുള്ള പല വിവാദങ്ങളുടെയും 2ാം സീസൺ അവസാനിക്കാറായി. അതോടൊപ്പം മറ്റു പല വിവാദങ്ങളും കൊടുമ്പരി കൊള്ളുന്ന കേരള രാഷ്ട്രീയം. അങ്ങനെയിരിക്കെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ബോംബ് മണിയാശാൻ സഭയിലിട്ടങ്ങ് പൊട്ടിച്ചു. ഇവിടെ ഒരു മഹതി ഇപ്പം പ്രസംഗിച്ചു മുഖ്യമന്ത്രിക്കെതിരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരെ. ഞാൻ പറയാം,
ആ മഹതിക്ക് അവർക്ക് അവർ ഒരു വിധവയായിപ്പോയി, അവരുടേതായ വിധി. അതിന് ഞങ്ങളാരും ഉത്തരവാദികളല്ല. അയ്യോ, ഉത്തരവാദികളല്ലേ? അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ആശാനെ CPM പ്രവർത്തകരായ 12ഓളം പേർ TP വധക്കേസിൽ ശിക്ഷ അനുഭവിക്കുന്നത്? മിണ്ടാതിരാവേ. ഓ ശരി ആശാനെ, മിണ്ടാതിരിക്കാം. എന്നാലും ഒരു സംശയം, അങ്ങനെയൊക്കെ പറയാമോ? അല്ല, ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ പാലിക്കണ്ടേ? ഇപ്പോഴത്തെ പിള്ളേരൊക്കെ മഹാവെടക്കാന്നേ. അവന്മാര് എയറിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എനിക്ക് എന്റേതായ ഒരു ശൈലിയുണ്ട്. ഞാൻ വലിയ യൂണിവേഴ്സിറ്റി പോകാത്തോണ്ട് പച്ചയായ കാര്യം അങ്ങ് പറയും, അത്രേ ഉള്ളൂ. അത് പെരുമാറ്റത്തിന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്താ എന്നിട്ട് എന്ത് നല്ല പെരുമാറ്റം എന്ന് പറയായിരുന്നു. അതെ, ശൈലി ഒരു പ്രധാന ഇതാണ്. അതുകൊണ്ട് തന്നെ ശൈലി മാറ്റിയിട്ട് ഒരു പരിപാടിക്ക് നമ്മളില്ല. കാരണം ശൈലി മാറ്റിയാൽ പിന്നെ ഞാനല്ലല്ലോ. ഞാൻ എന്റെ ശൈലി മാറ്റിയാൽ പിന്നെ ഞാനല്ലാതാകുകയല്ലേ, ഇല്ലേ? ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം. പിന്നല്ല, മണിയാശൻ തന്റെ ശൈലി പറയുമ്പോൾ ഹാ, മറ്റുള്ളവർ പറയുമ്പോൾ ഹേ. ഇതെന്ത് വെള്ളരിക്കപ്പെട്ടണവോ? കരുണാകരന് അദ്ദേഹത്തിന് ഒരു ശൈലിയുണ്ട്. 1. ഉമ്മൻചാണ്ടിക്ക് ഉമ്മൻചാണ്ടിയുടെ ശൈലിയുണ്ട്. 2. VS അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ ശൈലിയുണ്ട്. 3. EK നായനാർക്ക് അദ്ദേഹത്തിന്റെ ഒരു ശൈലിയുണ്ട്. 4. EMS നമ്പൂരിപ്പാടിന് അദ്ദേഹത്തിന്റെ ഒരു ശൈലിയുണ്ട്. നമുക്കറിയാൻ പറ്റേ ഉണ്ട്. അതേന്ന്, നിങ്ങൾ അങ്ങനെ ഈ പക്ഷാഭേദം ഒന്നും കാണിക്കരുത് കേട്ടോ. അതായത് ശൈലിയെ കുറിച്ച് അങ്ങ് റഷ്യന്ന് നമ്മുടെ ലെനിൻ പോലും പറഞ്ഞിട്ടുണ്ടത്രേ. നാട്ടുകാരന് മനസ്സിലാകണം കാര്യങ്ങൾ. മഹാനായ ലെനിൻ പോലും പറഞ്ഞു തന്നാ അറിഞ്ഞില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല. വളരെ ലളിതമായ ഭാഷയിൽ പ്രശ്നങ്ങൾ അവതരിപ്പിക്കണം. ഒന്നോ രണ്ടോ ഉദാഹരണങ്ങൾ, ലളിതമായ ഉദാഹരണങ്ങൾ സഹിതം പറഞ്ഞാൽ സമർത്ഥിക്കാൻ കഴിയും. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. അപ്പം ജനങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് മഹാനായ ലെനിൻ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. കണ്ടോ, മഹാനായ ലെനിൻ പറഞ്ഞതാണെങ്കിൽ പിന്നെ തള്ളിക്കളയാൻ പറ്റുമോ? അതുകൊണ്ട് അതിന് വെച്ച വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചേരെ. അതുകൊണ്ട് എന്റെ ശൈലി മാറുമെന്നൊന്നും ചിന്തിക്കുന്നവരുണ്ടല്ലോ, അതിന് വെച്ച വെള്ളം അങ്ങ് മാറ്റിയാ മതി. എങ്ങനെ ഇരിക്കണം? എന്റെ ശൈലി ഒന്നും മാറാൻ തൽക്കാലം പോകുന്നില്ല. അടിപൊളി. ഇതൊക്കെ ശരി തന്നെ. പക്ഷെ ആശാനെ, നമ്മുടെ സ്പീക്കർക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. ശ്രീ M.M. മണിയുടെ പ്രസംഗത്തിൽ തെറ്റായ ഒരാശയം അന്തർലീനമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ചെയറിന്റെ അഭിപ്രായം. അത് പുരോഗമനപരമായ മൂല്യബോധവുമായി ചേർന്നു പോകുന്നതല്ല. കഷ്ടം. എന്നാലും നമ്മുടെ മണിയാശാനെ കൈവിടരുതായിരുന്നു. അല്ല, ഈ മഹതി എന്നൊക്കെ പറയുന്നത് ഇത്ര മോശം കാര്യമാണോ? മഹതി എന്ന് വിളിച്ചത് ഏതെങ്കിലും തരത്തിൽ അപകീർത്തികരമാകുമെന്നും പറയാനും കഴിയില്ല. സന്തോഷമായി. ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് ഈ M.M. മണിയുടെ പ്രസംഗഭാഗത്തുണ്ട് എന്ന് പറയാനാവില്ല. ആ ബെസ്റ്റ്, അടിപൊളി. തെറ്റില്ലെന്ന് ദാ മുഖ്യമന്ത്രിയും പറഞ്ഞു കഴിഞ്ഞു. അല്ലെങ്കിലും പിണറായി സഖാവിന് മണിയാശൻ എന്ന ജീവനാണ്. മണിയാശാന് തിരിച്ചും അങ്ങനെ തന്നെ. ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞ ആളുമായിട്ടൊക്കെ സംസാരിക്കട്ടെ, എന്നിട്ടേ പറയാൻ പറ്റും. അതെ, അപ്പൊ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കിട്ടിയത് കൊണ്ട് പോകാൻ നോക്കും മാധ്യമങ്ങളെ. ഞാൻ ഇത് പറഞ്ഞല്ലോ. ശരി. അല്ലെങ്കിലും വ്യത്യസ്തനാമൊരു M.M. മണിയെ സത്യത്തിൽ ആരും തിരിച്ചറിയാഞ്ഞത് വലിയ കഷ്ടം തന്നെയാണ്. സർ, M.M. മണിയുടെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം ഞാൻ കേട്ടതാണ്. അതിൽ എന്താണ് സർ പറഞ്ഞിരിക്കുന്നത്? അവർ വിധവയായതിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്നാണ്. ഞങ്ങൾക്ക് എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചുള്ളത് CPIM-നെയും LDF-നെയുമാണ്. ഓ, അത് പറ. അല്ലായിരുന്നെങ്കിൽ മണിയാശാനെ അങ്ങ് തെറ്റിദ്ധരിച്ച് പോയേനെ. വിശ്വസ്തനാമൊരു വൈദ്യുതി മന്ത്രിയെ സത്യത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞല്ലോ. അത് പിന്നെ പണ്ടേ തിരിച്ചറിഞ്ഞതാണ്. പക്ഷെ വിട്ടുകളയാൻ തിരുവഞ്ചൂർ സാറിന് ഉദ്ദേശമില്ലായിരുന്നു. രക്തസാക്ഷിയെ ഇങ്ങനെ പറയാൻ പറ്റും? രക്തസാക്ഷിയല്ലേ? ആ രക്തസാക്ഷിയെ ഇങ്ങനെ പറഞ്ഞത് പിൻവലിച്ചേ മതിയാകും. അത് പിൻവലിക്കണം. അത് പിൻവലിക്കാൻ സാധ്യമല്ല. അതെ, പിൻവലിച്ചേ മതിയാകൂ. കാരണം തിരുവഞ്ചൂർ സാറും M.M. മണിയും തമ്മിൽ പഴയ ഒരു കലിപ്പ് കിടപ്പുണ്ട്. അതുകൂടി ആകുമ്പോൾ തീർച്ചയായും തിരുവഞ്ചൂർ സാറിന് നല്ല ദേഷ്യം വരും. M.M. മണി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെ അങ്ങ് ശരിയാക്കി കളയാം എന്ന് ഉമ്മൻചാണ്ടിയും ഇല്ലേ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും P.T. തോമസിനെ പോലുള്ള വിഡ്ഢികൾ, പമ്പര വിഡ്ഢികൾ ചിന്തിച്ചുവെങ്കിൽ
നിങ്ങൾക്ക് തെറ്റി കാണിച്ചു തരാടാ. ഇതാള് വേറെയാണ്, പാർട്ടി വേറെയാ. CPIM കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ്. അതായത് ഉത്തമ, മണിയാസാന്റെ ശൈലിയോട് പണ്ടേ ഒരു കലിപ്പ് കോൺഗ്രസിനുണ്ട്. പക്ഷേ ചോരച്ചാലുകൾ നീന്തിക്കയറി വന്ന മണിയാസാന് ഇതൊക്കെ എന്ത് എന്ന ഭാവമാണ്. അതുകൊണ്ട് ഈ കേസ് അങ്ങോട്ട് എടുത്ത് എന്നെ അങ്ങ് ശരിയാക്കി ഒലത്തി കളയാമെന്നാണ് ഇവരങ്ങ് ധരിച്ചത്. ആ ഒലത്തലൊന്നും നടക്കുകയില്ല. പക്ഷേ ഒലത്തലും വറക്കലും പൊരിക്കലും എന്തോ ഇത്തവണ ഒന്നും നടന്നില്ല. എന്നാൽ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഈ വിഷയത്തിൽ മണിയാസാനെ അങ്ങ് വറുത്ത് കോരി. ഇതൊന്നും പോരാഞ്ഞ് ദില്ലിയിലുള്ള ആനി രാജാവക ഒരു കൊട്ടും നമ്മുടെ മണിയാസാന് കിട്ടി. ഒരു സ്ത്രീയുടെ ദുരന്തത്തെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതിനോട് അങ്ങേയറ്റം വിയോജിക്കുകയാണ്. അത് അപലപനീയമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തത് തീർച്ചയായിട്ടും അപലപനീയമാണ്. സ്വന്തം മുന്നണിയിലെ ഒരു ദേശീയ നേതാവിൽ നിന്ന് വരെ കൊട്ട് കിട്ടിയതോടെ മണിയാസാൻ പിന്നെയും കട്ട കലിപ്പിലായി. അത് അവരങ്ങനെ പറയുമെന്ന്. അവര് ഡൽഹിയിലാണല്ലോ, ഇവിടെ അല്ലല്ലോ ഉണ്ടാക്കുന്നത്. ഡൽഹിയിലാണല്ലോ, ഇവിടെ കേരളത്തിലല്ലോ. എന്നാൽ നമ്മുടെ മണിയാസാന്റെ നിയമസഭയിലെ ശൈലിയിൽ ഇത്തിരി പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയ സ്വന്തം പാർട്ടിയിലെ തന്നെ സ്പീക്കർ MP രാജേഷ് നേരെ കാര്യം അങ്ങ് തുറന്നു പറഞ്ഞു. ശ്രീ MM മണിയുടെ പ്രസംഗത്തിൽ തെറ്റായ ഒരാശയം അന്തർലീനമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ചെയറിന്റെ അഭിപ്രായം. മുതലാളി, എന്ത് ചെയ്യാൻ പറ്റും? സ്പീക്കർക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ കത്തിയിട്ടുണ്ട്. ഇതോടെ സ്പീക്കർ നൈസായിട്ട് അങ്ങ് ഊരി. സ്വയം തിരുത്തലുകളും നവീകരണവും അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് നിരന്തരമായി ഉണ്ടാവുകയാണ് വേണ്ടത്. ഓ, നമുക്ക് കിട്ടുന്ന വെച്ചല്ലേ. ഇതോടെ ആശാനെ ന്യായീകരിക്കാമെന്ന് മുഖ്യമന്ത്രിയും പെട്ടൂന്ന് പറഞ്ഞാൽ മതി. അവര് നിയമസഭയിൽ ഉടനീളം നടത്തിയ പ്രസംഗത്തെ പറ്റി പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല ആശാൻ എന്തിനാണെന്ന് നിയമസഭയിൽ അങ്ങനെയൊക്കെ പറഞ്ഞേ? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ? മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഗവൺമെന്റ് വിമർശിക്കുന്നതിലൊന്നും തെറ്റുണ്ടെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അത് വേണ്ടതുമാണ്, ചെയ്യുന്നുണ്ട്. നില്ല, അന്ന് അങ്ങനെയല്ലല്ലോ ആശാൻ അന്ന് നിയമസഭയിൽ പറഞ്ഞത്. ഒരു മഹതി ഇപ്പം പ്രസംഗിച്ചു മുഖ്യമന്ത്രിക്കെതിരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരെ. ഞാൻ പറയാം, ആ മഹതിക്ക് അവർക്ക് അവർ ഒരു വിധവയായിപ്പോയി, അവരുടേതായ വിധി. അതിന് ഞങ്ങളാരും ഉത്തരവാദികളല്ല. കണ്ടോ, ആശാനെത്തെ വെറുതെ നുണ പറയരുത് കേട്ടോ. അതുകൊണ്ട് പറഞ്ഞത് പറഞ്ഞു. ഇനിയിപ്പോ ആളുകൂടി സംഭവം മൊത്തത്തിൽ അങ്ങ് ബെടക്കാകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് ചെയ്യാശാനെ. പോരാത്തതിന് പാർട്ടിക്ക് ശത്രുക്കൾ കൂടി വരികയാണേ. പണ്ടായിരുന്നെങ്കിൽ വല്ല വെടിവെച്ചോ തല്ലിയോ ഒക്കെ കൊല്ലാമായിരുന്നു. ഇതിപ്പോ ആകെ കോടാലിയാ. അതുകൊണ്ട് ആശാൻ എന്തെങ്കിലും ഒന്ന് ഇക്കാര്യത്തിൽ ചെയ്തേ പറ്റൂ. അങ്ങ് നടത്തിയ നിരീക്ഷണത്തെ ഞാൻ മാനിക്കുന്നു. യഥാർത്ഥത്തിൽ ആ പ്രസംഗത്തിൽ തന്നെ എൻ്റെ ഉദ്ദേശശുദ്ധി വ്യക്തമാക്കാൻ ഞാൻ ശ്രമിച്ചതാണെങ്കിലും ബഹളത്തിൽ അത് മുങ്ങിപ്പോവുകയായിരുന്നു. രേഖകൾ പരിശോധിച്ചാൽ അത് ആരെയും അപമാനിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല, ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞതായി കാണാവുന്നതാണ്. അത് അവരുടേതായ വിധി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ഞാൻ അങ്ങനെ പറയരുതായിരുന്നു, ഒഴിവാക്കേണ്ടതായിരുന്നു. ഈ പരാമർശനം ഞാൻ പിൻവലിക്കുകയാണ്. കൊള്ളാം, അത് നന്നായി. അല്ലേലും നമ്മുടെ ശൈലിയൊക്കെ മനസ്സിലാക്കാൻ പറ്റാത്തവരുമായിട്ട് നമുക്കൊരു ഇടപാട് വേണ്ട ആശാനെ. അവന്മാരോട് പോയി പണി നോക്കാൻ പറ. കേരളത്തിൽ ഇപ്പോൾ ഒരു കുഴി ബോംബ് പൊട്ടിയിരിക്കുകയാണ്. എന്നാൽ ബോംബ് പൊട്ടിച്ചതാകട്ടെ ഒരു കേന്ദ്രമന്ത്രിയും. കുട്ടിന് പീര പോലെ ഹൈക്കോടതിയും പൊട്ടിച്ചു ഒരു കുഴി ബോംബ്. സംശയിക്കേണ്ട, സംഗതി അത് തന്നെ. നമ്മുടെ റോഡിലെ കുഴികൾ തന്നെ. നന്മതിന്മകൾ തങ്ങളിൽ ജന്മസമരമുഖങ്ങളിൽ കണ്ടു പൊരുതുമിതേ വിധം പണ്ടു മുതലിതു സാഹസം. കടിഞ്ഞാനില്ലാത്ത കുതിരകളെ പോലെ ഉടയോനില്ലാത്ത കളരികളിൽ കളിക്കളം, ഇത് കളിക്കളം, പടക്കളം, ഒരു പടക്കളം. കേരളം സന്ദർശിക്കാനെത്തിയ കേന്ദ്രമന്ത്രിയാണ് ആദ്യം കഴക്കൂട്ടം ഫ്ലൈ ഓവറിനെ കുറിച്ച് കുറച്ച് ഓവറായി കടന്നങ്ങട് പറഞ്ഞത്. ഇതോടെ നമ്മുടെ PWD മന്ത്രി മുഹമ്മദ് റിയാസ് ഉണ്ടോ വെറുതെ വിടുന്നു. കേരളത്തെ റോഡിനെ കുറിച്ച് പറയാൻ ഇവരാരാ? ചാടി ഇറങ്ങി പൊട്ടിച്ചു നല്ലൊരു അസൽ നാഷണൽ ഹൈവേ ബോംബ്. ഒരു ബോംബ് ഇപ്പൊ കേന്ദ്രമന്ത്രി ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹം നടത്തുന്ന പത്രസമ്മേളനത്തെക്കാൾ കുഴി ഇന്ത്യയിലെ കേരളത്തിലെ ദേശീയപാതയിൽ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് ശരിയാണ്, കുറ്റം പറയാൻ പറ്റത്തില്ല കേട്ടോ. കുഴി അടയ്ക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും ഒരേപോലെയാണ്. എന്തായാലും വടി വെട്ടിയതല്ലേ, മന്ത്രി കൊടുത്തു കോൺഗ്രസിനും ഒരു ചെറിയ കൊട്ട്.
ദേശീയപാത വികസനത്തിന് കോൺഗ്രസ് സർക്കാരും ഒന്നും ചെയ്തില്ല എന്നായിരുന്നു മുഹമ്മദ് റിയാസിന്റെ ആരോപണം. കേട്ട പാതി കേൾക്കാത്ത പാതി വി.ഡി. സതീശനും ഗോദയിലിറങ്ങി. ഒരു വെല്ലുവിളിക്കുന്ന രൂപത്തിൽ, ഒരു പ്രകോപിക്കുന്ന രൂപത്തിൽ ഇത് പറഞ്ഞത് ശരിയായില്ല, പൂർണ്ണമായി ഞങ്ങൾ ശ്രദ്ധിക്കാം. അതോടെ നമ്മുടെ ഗതാഗത മന്ത്രി മുഹമ്മദ് റിയാസ് തന്റെ പൂഴിക്കടകൻ പുറത്തെടുത്തു. പ്രകോപനം ഉണ്ടാകേണ്ടിയിരുന്നത് യഥാർത്ഥത്തിൽ കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ പ്രതിനിധികൾ ഈ സഭയിൽ ഉണ്ടെങ്കിൽ അവർക്കായിരുന്നു. പക്ഷെ അവരിതിലില്ല. പക്ഷെ മറ്റു ചിലർക്ക് എങ്ങനെ അതിൽ പ്രകോപനം വന്നു എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാവരും കൂടെ ആരോ പൊട്ടിച്ചിട്ട് പോയ ബോംബ് കഥയുടെ പുറകെയായി പിന്നെ അങ്ങോട്ടുള്ള പോക്ക്. അങ്ങനെ വാക്കേറ്റവും വാഗ്വാദവും ഒക്കെ കഴിഞ്ഞെങ്കിൽ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇതിനൊക്കെ എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടോ? ഇപ്പൊ നമ്മളൊരു PWD മിഷൻ ടീം അതിന് രൂപം കൊടുത്തു. ആഹാ, സംഗതി കളറായിട്ടുണ്ടല്ലോ. എന്നിട്ട് എന്താണ് പ്ലാൻ? അതുകൂടി പറയേ, കേക്കട്ടെ. മിഷൻ ടീം എല്ലാ ബുധനാഴ്ചയും 2 ആഴ്ച ഇടവിട്ട് രാവിലെ 8 മണിക്ക് ഈ മീറ്റിംഗ് ഇരിക്കുകയാണ്. അപ്പൊ ഒരു തീരുമാനമായില്ലേ? നമ്മുടെ പഞ്ചായത്തിന് കുളം വേണോ റോഡ് വേണോ? നമ്മുടെ പഞ്ചായത്തിന് കുളവും വേണം റോഡും വേണം. അത് രണ്ടും കൂടെ എങ്ങനെ നടക്കും പിഷാരടി? എന്റെ പ്രസിഡന്റ്, കുളം ജലസേചനത്തിനും റോഡ് ഗതാഗതത്തിനുമാണ്. എന്ന് വെച്ചാൽ ആ സ്ഥലത്ത് കുളം കുത്തിയാൽ റോഡ് എവിടെ വെട്ടും? റോഡ് വെട്ടിക്കഴിഞ്ഞിട്ട് കുളം കുത്താം. അപ്പൊ റോഡ് കുളമാവില്ലേ? അതിന് നമ്മുടെ മിക്ക റോഡുകളും കുളമാണല്ലോ. റോഡ് കുളത്തിലൂടെ ആയാലെന്താ? അല്ല, ഒരു സംശയം കൂടി. ഈ റോഡ് കുഴിയാകുന്നതിന് വേറെ ആരെങ്കിലും ആണോ ഉത്തരവാദികള്? വാട്ടർ അതോറിറ്റി അത്തരത്തിൽ റോഡുകൾ കുടിവെള്ളത്തിന് വേണ്ടി കുത്തിപ്പൊളിക്കുകയാണെങ്കിൽ അത് പഴയ നിലയിലേക്ക് ആ റോഡ് എത്തിക്കാനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട്. 2017 സർക്കാർ ഉത്തരവ് അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്റെ പൊന്ന് സാറേ, എന്നാ പിന്നെ ഈ റോഡ് ഉണ്ടാക്കുന്നതിന് മുന്നേ ഇതൊക്കെ ആദ്യം അങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാലോ. ആദ്യം ഞാനും നന്നാകട്ടെ, പിന്നെ നമുക്ക് നാട് നന്നാക്കാം. ആ, അത് തന്നെ കാര്യം. ഇച്ചിരി ചിക്കല് തടയുന്ന കാര്യം വന്നാൽ ആരെങ്കിലും തടയുമോ? അപ്പൊ പിന്നെ ടാറ് കുറച്ച് ഒഴിച്ചാലും വേണ്ടില്ല, കിട്ടേണ്ടത് കിട്ടിയാൽ എല്ലാവർക്കും സന്തോഷമാകും. അല്ല, ഇക്കാര്യത്തിൽ മന്ത്രി സാറിന് കൈയുണ്ട് എന്നല്ല കേട്ടോ പറഞ്ഞത്, ഒരു പൊതു സത്യം അത് പറഞ്ഞു എന്ന് മാത്രം. എന്ന് വെച്ച് ഈ ഒരു പ്രതിഭാസം ഇവിടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ റോഡുകൾക്കും ഈ ഒരു ശാപമുണ്ട് എന്നാണ് തോന്നുന്നത്. എന്താണോ എന്തോ, ഇന്ത്യയിലെ ടാറിന് വേണ്ടത്ര പശയില്ല. പിന്നെ ഞമ്മളും വണ്ടിന്റെ അല്ലേ കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഉദ്ഘാടനം കഴിഞ്ഞ് വെറും 4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ദാ കിടക്കുന്നു റോഡ് ഒഴികെ എല്ലാം കൂടെ അടുത്ത കണ്ടത്തിൽ. പിന്നെ ഒരു ചെറിയ ആശ്വാസമുള്ളത് ഇതങ്ങ് ഗുജറാത്തിലാണ് എന്നുള്ളതാണ്. അല്ല, ഈ പറഞ്ഞ നികുതിയൊക്കെ നമ്മളും കൂടെ അടയ്ക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. 15,000 കോടിയാണത്ര ഇത് ഈ ഒഴുകിപ്പോയത്. അതുകൊണ്ട് മാമനോടൊന്നും തോന്നല്ലേ മക്കളെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സർപ്രൈസ് തരാൻ പോവുകയാണ്. ഓമൽ കൺമണിയിതിലെവാ, കനവിൻ തിരകളിലൊഴുകിവാ, നാടിൻ നായകനാകുവാൻ എന്നോമനെ ഉണരുന്നീ. വേണ്ടേ ഇത്രയും വിജൃംഭിച്ച റോഡ് നിർമ്മാണം ഇത് എവിടെയാണ് എന്നൊന്നും അറിയില്ല, ചുമ്മാ അങ്ങ് പറഞ്ഞു എന്ന് മാത്രം. പിന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത് പോലെ റോഡിലൂടെ പോകുന്നവർക്ക് ഇത് നാഷണൽ ഹൈവേ ആണോ, PWD ആണോ, അതുമല്ല പഞ്ചായത്ത് റോഡാണോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് വെറുതെ പരസ്പരം വാരിക്കുഴി കുത്താതെ ഉള്ള കുഴികളൊക്കെ ഒന്ന് അടച്ചു തന്നാൽ സമാധാനമായിട്ടൊന്ന് നടക്കാമായിരുന്നു. അതായത് ഉത്തമയുടെ അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.